ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമ്മൂട് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് എക്സ്ട്രാ ഡീസന്റ്. ഫാമിലിയിലെ ഒരു സൈക്കോമാന്റെ കഥയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. സുരാജാണ് ലീഡിംഗ് കഥാപാത്രം. അപ്പോൾ സുരാജിന്റെ ഡിഫറെന്റ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു കഥാപാത്രം. ചെറിയ രീതിയിൽ തുടങ്ങി ആ ഒരു മെയിൻ സ്ട്രീമിലേക്ക് പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എനിവേ ഒരു ലാഗോട് കൂടി പോവുകയാണ് ഈ സിനിമ. ഫുൾ ഓൺ നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു എലമെന്റ്സ് ഒന്നും സിനിമയിൽ പല സ്ഥലത്തും മിസ്സായിരുന്നു. ഓവറോൾ സുരാജിന്റെ ഒരു കഥാപാത്രം ഓക്കേഷാണ്. അതർവൈസ് ബാക്കി ക്യാരക്ടർ ആയാലും നമുക്കൊരു മെൻഷൻ ചെയ്ത് പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ കണ്ടില്ല. പല സ്ഥലത്തും നല്ല രീതിയിലുള്ള ഒരു ലാഗാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയിട്ടുള്ളത്. എക്സ്ട്രാ ഡീസന്റ് ഒരു ഡേഞ്ചറസ് ആയിട്ട് മാറുന്ന കഥയാണ് ഈ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിലൂടെ സംവിധായകൻ നമ്മളോട് പറയാൻ വേണ്ടി കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പല സ്ഥലത്തും നേരത്തെ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് മിസ്സിംഗ് ആയിരുന്നു. എനിവേ നിങ്ങൾക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടു നോക്കാവുന്നതാണ്.